ഹയ ഗോൾഡ് പർച്ചേസ് സ്കീമിൽ അംഗമാകൂ. ഒരു സുരക്ഷിത നിക്ഷേപത്തിന് തുടക്കം കുറിക്കൂ. ഈ പദ്ധതിയിൽ അംഗമാകാൻ 8078599000 എന്ന നമ്പറിൽ ഉടൻ മിസ് കോൾ ചെയ്യൂ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപ്പാസ് റോഡ്, വണ്ടൂർ. കാൽപന്ത് കളിയുടെ ആവേശം നെഞ്ചിലേറ്റിയ മലപ്പുറത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ബ്രസീൽ അർജന്റീന ഫാൻസുകാർ തമ്മിൽ ഫ്ലക്സ് യുദ്ധം. വഴിക്കടവ് മുണ്ടയിലാണ് രണ്ട് ടീമുകളുടെയും ആരാധകർ തമ്മിൽ ഒരാഴ്ചയായി ഫ്ലക്സ് യുദ്ധം ആരംഭിച്ചത്. അർജന്റീനക്കാർ 600 അടി വെച്ചാൽ തങ്ങൾ 900 അടി നീളമുള്ള ഫ്ലക്സ് വെക്കുമെന്ന് ബ്രസീൽ ആരാധകർ പറഞ്ഞു. അർജന്റീന ആരാധകർ 350 അടി നീളമുള്ള ഫ്ലക്സ് അടിച്ച് റോഡരികിൽ സ്ഥാപിക്കാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചിരുന്നു. ഇതോടെ ബ്രസീൽ ആരാധകർ 400 അടി നീളമുള്ള ഫ്ലക്സ് സ്ഥാപിച്ചു. ഇതോടെ 350 അടി ഫ്ലക്സ് അർജന്റീനക്കാർ 602 അടിയാക്കി സ്ഥാപിച്ചു. ഈ തീരുമാനം കാരണം ബ്രസീൽ ആരാധകർ ഫ്ലക്സിന്റെ നീളം വീണ്ടും കൂട്ടുമെന്നാണ് വിലയിരുത്തൽ. മുണ്ട ജാസ് ക്ലബ് പ്രവർത്തകരും പ്രദേശവാസികളും സുഹൃത്തുക്കളുമാണ് ഇരു ടീമുകളുടെയും ആരാധകർ. ഫ്ലക്സ് അടിക്കാൻ 2 ലക്ഷം രൂപയോളം ഇരുവിഭാഗം ആരാധകർക്കും ചെലവ് വന്നിട്ടുണ്ട്. ഫ്ലെക്സ് ഇവിടെ തൂക്കിക്കണമെങ്കിൽ ഇപ്രാവശ്യം കപ്പ് ഞങ്ങൾ തന്നെ തൂക്കും. തുടർച്ചയായിട്ട് കപ്പ് തൂക്കുന്ന ടീമായിട്ട് തന്നെ അർജന്റീന മാറും. അതിനുള്ള സ്കോഡ് ഞങ്ങൾക്ക് ഉണ്ട്. ഇപ്രാവശ്യം ഞങ്ങളെ ഏഞ്ചൽ മാത്രമേ ഞങ്ങൾ മാറ്റി നിർത്തിയിട്ടുള്ളൂ. അതിന് പകരം ഞങ്ങൾക്ക് 2-3 ഏഞ്ചലുകളെ പുതിയത് വന്നിട്ടുണ്ട്. ഇപ്പൊ നിക്കോപാസ് ആയാലും അൽമഡ ആയാലും നല്ല ഫിനിഷിങ്ങിലാണ് ഉള്ളത് കളിക്കാർ. അപ്പൊ ഞങ്ങൾ നല്ല പ്രതീക്ഷ തന്നെയാണ്. പ്രതീക്ഷ മാത്രമല്ല, ഞങ്ങളെ പ്രതീക്ഷ കാത്തു സൂക്ഷിക്കും എന്നുള്ളത് സ്കാലോണിയും കൂട്ടരും ഞങ്ങൾക്ക് ഇന്നലെ കൂടി കാണിച്ചു തന്നിട്ടുണ്ട്. നല്ല കളികൾ കാഴ്ചവെക്കുന്നുണ്ട്. അതെ 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 അതെന്താ വെച്ചാൽ ഇത്രയും കാലം ഫുട്ബോളിന്റെ മക്ക മലപ്പുറം എന്ന് അറിയപ്പെട്ടിരുന്നത്. ഇനി അത് നേരെ മാറിയിട്ട് മുണ്ട ബ്രാക്കറ്റിൽ മലപ്പുറം എന്ന് വരാനുള്ളൊരു അവസ്ഥയ്ക്കാണ് നമ്മൾ കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമ്മൾ കപ്പ് തൂക്കുന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അതിന് ആര് വെല്ലുവിളിക്കാനോ ബെറ്റിനോ ഉണ്ടെങ്കിൽ ഞങ്ങളായിട്ട് നേരിട്ട് വന്നോളി, ഞങ്ങൾ അതിന് റെഡിയാണ്. അപ്പൊ നമ്മളൊരു വാമസ് എടുത്താലോ? മുണ്ട അങ്ങാടി മുതൽ പാലാട് വരെയുള്ള KNG റോഡിന്റെ ഇരുവശങ്ങളിലുമായാണ് ഇവർ ഫ്ലക്സുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഏകദേശം 10 ദിവസമായി ഞങ്ങൾ ഇതിന്റെ ബാക്കിൽ 150 പേര് ഇതിനൊരു വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യം അവിടെ ഒരു 350 ഉദ്ദേശിച്ചത്. അപ്പൊ അത് ചെറിയൊരു വാഷിന്റെ പേരില് ഞങ്ങളിത് 600 സംതിങ് ആക്കി. പിന്നെ ഇതിന് ചെലവ് ഏകദേശം 2 ലക്ഷം രൂപ ഉണ്ട്. ഏകദേശം ഇതിൽ ഒരു ഫ്രെയിമിന് തന്നെ മൊത്തത്തിൽ 100 ചില്ല പൈപ്പ് വന്നിട്ടുണ്ട്. ഏകദേശം ഞാനതിന് വർക്കറാണ്, അതുകൊണ്ട് പറയുന്നത്. പിന്നെ ഇന്നലെ രാത്രി ഇതിനു വേണ്ടി വർക്ക് ചെയ്ത് ഒരുപാട് പേരുണ്ട്. എല്ലാവരും ഉറങ്ങാണ്. ഇന്നലെ ഇവിടുന്ന് പോകുമ്പോൾ ഏകദേശം 5 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ലോകത്തിലെ ഏറ്റവും വലിയ റെക്കോർഡായത് മാറുന്നതിൽ ആഗ്രഹം ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഇനി ബ്രസീലുകാർ ഇതിലാണ് പൊക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇനിയും നീട്ടാൻ നോക്കും. ഇതൊരു മ്യൂസിയമാക്കി മാറ്റാനുള്ള ശ്രമമാണ് ഞങ്ങൾ. രാത്രി പകൽ വ്യത്യാസമില്ലാതെ ഫ്ലക്സ് ബോർഡ് കാണാൻ ലൈറ്റ് സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആരാധകർ കുറവാണെങ്കിലും പോർച്ചുഗലിനും മുണ്ടയിൽ ഫ്ലക്സ് ഉയർന്നിട്ടുണ്ട്. ലോക റെക്കോർഡാണ് തങ്ങളുടെ ഫ്ലക്സുകളെന്ന് ഇരുകൂട്ടരും അവകാശപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, വഴിക്കടവ്. വണ്ടൂരിന്റെ മധുര സ്വപ്നങ്ങൾക്ക് വിസ്മയിപ്പിക്കുന്ന രുചിവൈവിധ്യങ്ങളുമായി സെയിന്റ് ബേക്ക് ആൻഡ് സ്വീറ്റ്സ്, കാളികാവ് റോഡ്, വണ്ടൂർ. ഫോൺ 9656781415.